ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞതിനെ തുടർന്ന് ജമ്മു കശ്മീരിലുണ്ടായ മാറ്റങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ ശ്രീനഗർ ഉൾപ്പെടെയുള്ള കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ പതാക പാറിപ്പറക്കുന്ന ഒരു ജമ്മു കശ്മീർ, ഇന്ത്യൻ ആചാര വൈവിധ്യങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ജമ്മു കാശ്മീർ, ഇതൊരിക്കലും നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കശ്മീരായിരുന്നു. പ്രത്യേകിച്ച് UPA സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്ന് ഈ വിഘടനവാദികൾക്കനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് താളം തുള്ളുന്ന ഒരു സർക്കാരായിരുന്നു. അന്ന് എന്തായിരുന്നു ഈ ശ്രീനഗറിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ലാൽ ചോക്കിലെ കാഴ്ച? ഇപ്പോഴും നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. ലാൽ ചോക്കിലെ പ്രസിദ്ധമായ ക്ലോക്ക് ടവറിൽ പാകിസ്ഥാൻ പതാക സ്ഥിരമായിട്ട് ഇങ്ങനെ പാറി കളിക്കുന്നുണ്ടാവും. അതുകൂടാതെ തന്നെ ഇന്ത്യക്കെതിരെയുള്ള ശബ്ദങ്ങൾ എപ്പോഴും മുഴങ്ങിയിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഈ ലാൽ ചോക്ക്. ലാൽ ചോക്കിലാണ് ഈ കല്ലെറിയൽ എന്ന് പറയുന്ന പരിപാടി നടന്നിരുന്നത്. അതായത് ഇന്ത്യൻ സൈന്യത്തിനെതിരെയുള്ള കല്ലെറിയൽ, അതായത് ജനങ്ങളെ സംഘടിപ്പിച്ച് കല്ലെറിയുന്ന ഈ ഒരു പ്രോസസ്സ് തുടർച്ചയായിട്ട് നടന്നിരുന്ന ഒരു മേഖലയാണ് ലാൽ ചോക്ക്. അതുകൂടാതെ തന്നെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ, വിഘടനവാദി നേതാക്കൾ, പാകിസ്ഥാനെ അനുകൂലിക്കുന്ന വിഘടനവാദി നേതാക്കൾ ഗിലാനിമാരും യാസിൻ മാലിക്കും എല്ലാം ഇന്ത്യക്കെതിരെ വിഷം തുപ്പിയിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ലാൽ ചോക്ക്. ആ ലാൽ ചോക്കിലാണ് ഇപ്പോൾ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത്തവണത്തെ ദീപാവലി ആഘോഷം എല്ലാ അർത്ഥത്തിലും ഹൃദയഹാരിയായിരുന്നു. ലാൽ ചോക്കിൽ 25,000-ലധികം വിളക്കുകൾ തെളിയിച്ചാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രേഖപ്പെടുത്തിയത്. ഈ ഒരു ആഘോഷത്തിൽ എല്ലാവരും പങ്കാളികളായി എന്നുള്ളതാണ്. കാരണം അവിടുത്തെ വിനോദസഞ്ചാരികൾ, കശ്മീരി പണ്ഡിറ്റുകൾ, മുസ്ലിങ്ങളായുള്ള ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങൾ, അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി നിലയുറപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. കാരണം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഒരു മെസ്സേജ് ആയിരുന്നു ആ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രേഖപ്പെടുത്തിയത്. പിന്നെ അതുകൂടാതെ തന്നെ ദീപാവലി ആഘോഷം വളരെ മികച്ച രീതിയിൽ തന്നെ കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിച്ചു. ഈ ലാൽ ചോക്കിലാണെങ്കിൽ ആരതി ഒഴിഞ്ഞ് ആഘോഷിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാഴ്ചകളായിരുന്നു. ഒരു ഹിന്ദു പൂജാരി, ഒന്നിലധികം ഹിന്ദു പൂജാരിമാരുടെ നേതൃത്വത്തിൽ ആരതി ഒഴിഞ്ഞ് ദീപങ്ങൾ കത്തിച്ച് ജനങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ദീപാവലി ആഘോഷിച്ചു. എന്തൊരു ഭംഗിയായിരുന്നു ലാൽ ചോക്ക് കാണാൻ. കാരണം മനോഹരമായ കശ്മീരിൻ്റെ ആ ഒരു വൈവിധ്യം പ്രകടമാക്കുന്ന ആഘോഷങ്ങളായിരുന്നു നടന്നത്. അപ്പോൾ ഇത് തന്നെയാണ് മാറ്റം. കാരണം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമുള്ള ചേഞ്ച് ഇതാണ്. കാരണം അസാധ്യമായതെല്ലാം സാധ്യമാക്കുന്ന ഒരു സർക്കാരാണ് മോദി സർക്കാർ. നരേന്ദ്രമോദി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് 90-92 കാലഘട്ടത്തിൽ നമുക്കറിയാം അവിടെ ഏകതാ യാത്ര നടത്തിയതും അന്ന് കശ്മീർ ഭീകരവാദത്തിൽ ഉലഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് അവിടെ പോയി ത്രിവർണ്ണ പതാക ഉയർത്തിയ വ്യക്തിയാണ് നരേന്ദ്രമോദി. അപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വലിയ അത്ഭുതകരമായ കാര്യമല്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നിറവേറ്റിയിരിക്കും. അതാണ് ഇന്ന് കാശ്മീരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം കശ്മീർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടേതുമാണ്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെടുന്ന ഭൂമിയാണ് കശ്മീർ. കശ്മീരികൾ ഇവിടെ വന്ന് നമ്മുടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് അവിടെ പോയി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം കശ്മീർ 100% ഇന്ത്യയുടെ ഭാഗമാണ്. അല്ലാതെ ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്ടാണെന്ന് UN പോയി പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണം. അതാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കശ്മീരിലെ വിവിധ ക്ഷേത്രങ്ങൾ, ഹിന്ദു ക്ഷേത്രങ്ങളിൽ, സിഖ് ഗുരുദ്വാരകളിലെല്ലാം ദീപാവലി വലിയ തോതിൽ ആഘോഷിച്ചിരുന്നു. ശാരദാ മഠത്തിൽ ഉൾപ്പെടെ ദീപാവലി ആഘോഷമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയുടെ ആ ഒരു വൈവിധ്യത്തെ ശരിക്കും ഉദ്ഘോഷിക്കുന്ന ഒരു പുതിയ കശ്മീരിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു ദീപാവലി ആഘോഷം സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലാൽ ചോക്കിലെ ആ ഒരു ആഘോഷം അത് തന്നെയാണ്. കാരണം ലാൽ ചോക്കിൽ ഇപ്പോൾ എല്ലാ സമയവും ഇന്ത്യയുടെ പതാക, ത്രിവർണ്ണ പതാക ഇങ്ങനെ ഉയർന്ന് നിൽക്കുകയാണ്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിനൊപ്പം തന്നെ എല്ലാ സമുദായങ്ങളുടെയും, അതായത് എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കശ്മീരിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജമ്മു കശ്മീരിലെ ജനങ്ങൾക്കും നമ്മളൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. കാരണം അവർ ദേശീയതയ്ക്കൊപ്പം അണിനിരക്കുന്നു എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ്റെ ഒരു പ്രവൃത്തികളും ഇപ്പോൾ കശ്മീരിൽ നടക്കുന്നില്ല. അവരുടെ നിഴൽ യുദ്ധങ്ങളെ തിരസ്കരിക്കുന്ന ഒരു ജമ്മു കശ്മീരിലെ ജനങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആ രീതിയിൽ തന്നെയാണ് അവർ പ്രതികരിച്ചിരുന്നത്. അവർക്ക് വികസനം ആവശ്യമാണ്, ഇന്ത്യയുടെ ഭാഗമാകണം, അവരുടെ ജീവിത നിലവാരം ഉയരണം. അതാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജമ്മു കശ്മീരിലെ ഈ ഒരു മാറ്റം ഇന്ത്യക്ക് എല്ലാ അർത്ഥത്തിലും വളരെ പോസിറ്റീവായുള്ള ഒരു റിസൾട്ട് നൽകുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.